Class 11 Physics. Today we start a new chapter from Unit 4 of Class 11 Physics, Chapter 6, Work, Energy and Power. Work, Energy and Power is the topic of discussion now. Work, Class 11 Physics, Class number P42. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. നമ്മുടെ ക്ലാസ് 11, ക്ലാസ് 11+1 ഫിസിക്സ്, വർക്ക്, എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്റർ ആരംഭിക്കുകയാണ്. ആദ്യ ടോപ്പിക് വർക്കാണ്. ഇത് HSU, CBSE, ISC സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. ക്ലാസ് 11 ഫിസിക്സ്, വർക്ക്. വാട്ട് ഈസ് വർക്ക്? ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് വർക്ക്. Work is said to be done when the point of application of the force is displaced. It is measured as the product of force and the displacement in the direction of the force. Work is said to be done when the point of application of the force is displaced. It is measured as the product of force and the displacement in the direction of the force. അപ്പോൾ പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ഫോഴ്സ് ഒരു പോയിന്റ് കൊടുക്കുമ്പോൾ, ഒരു വസ്തുവിൽ കൊടുക്കുമ്പോൾ ആ വസ്തു സഞ്ചരിക്കണം. ഒരു ഫോഴ്സ് ഒരു വസ്തുവിൽ കൊടുത്താൽ, ഒരു മേശയിൽ നമ്മൾ തള്ളുകയാണെങ്കിൽ മേശ ചലിക്കണം എന്ന് പറയുന്ന പോലെ, ഒരു വസ്തുവിൽ ഒരു ഫോഴ്സ് കൊടുത്താൽ ആ വസ്തു ചലിക്കുകയാണെങ്കിൽ, ആ ഫോഴ്സ് പ്രയോഗിക്കുന്ന ദിശയിൽ ആ വസ്തു ചലിക്കുകയാണെങ്കിൽ വർക്ക് ചെയ്തു എന്ന് പറയും. ചലിച്ചില്ല എങ്കിൽ നമ്മൾ തള്ളിയാലും അത് വർക്കായിട്ട് ഇവിടെ കണക്ക് കൂട്ടില്ല. വർക്ക് W is equal to force into displacement in the direction of force. Force into displacement in the direction of force. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് നമ്മൾ എസ് കോസ് തീറ്റ എന്നാണ് പറയുന്നത്. അത് റിസോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ എഫ് ആണ് ഫോഴ്സ് എങ്കിൽ എസ് കോസ് തീറ്റ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണെങ്കിൽ ആ വർക്ക് W is എഫ് എസ് കോസ് തീറ്റ എന്ന് പറയും. അല്ലെങ്കിൽ അത് വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എഫ് ഡോട്ട് എസ് എന്നാണ്. എഫ് ഇസ് എ ഫോഴ്സ് ആൻഡ് എസ് ഇസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് and this is the dot product of two vectors. Work is a scalar. Work W is a scalar which is equal to product of force and displacement. It is a dot product or the scalar product of two vectors. You know, A dot B is more or less A, more or less B cos theta. Likewise, F dot S is more or less F, more or less S cos theta. F force, S displacement ആണ്. Displacement in the direction of force. Displacement in the direction of force എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻക്ലൈൻഡ് ആണെങ്കിൽ നമ്മൾ എസ് കോസ് തീറ്റ എന്ന് എടുക്കുന്നത്. എസ് കോസ് തീറ്റ ഫോഴ്സ് ഇൻറ്റു എസ് കോസ് തീറ്റ, അല്ലെങ്കിൽ എഫ് കോസ് തീറ്റ ഇൻറ്റു എസ്, എങ്ങനെ വേണമെങ്കിലും പറയാം. ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ ഫോഴ്സ് ഈസ് ദി സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് വെക്റ്റർ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ. ഫോഴ്സ് വെക്റ്ററിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്ററിൻ്റെയും സ്കെയിലാർ പ്രൊഡക്റ്റാണ്, ഡോട്ട് പ്രൊഡക്റ്റാണ് വർക്ക് എന്ന് പറഞ്ഞാൽ. ദാറ്റ്സ് ഇൻ ഫിസിക്സ്. വർക്ക് ഹാസ് ഡിഫറൻറ്റ് മീനിങ് ദാൻ ഇസ് യൂസേജ് ഇൻ ഓർഡിനറി ലാംഗ്വേജ്. നമ്മുടെ ഈ സംസാര ഭാഷയിൽ വർക്ക് എന്ന് പറയുന്നത്, പ്രവൃത്തി എന്ന് പറയുന്നത്, അതുമായിട്ട് ഇവിടെ ഫിസിക്സിനകത്ത്, ഡൈനാമിക്സിനകത്ത് ഒരു വ്യത്യാസമുണ്ട്. അത് ഞാൻ പറയാൻ കാരണമുണ്ട്. നമ്മൾ കരുതുന്ന എല്ലാ വർക്കുകളും ഇവിടെ ഫിസിക്സിൽ വർക്കല്ല, ഒരു ടെക്നിക്കൽ സെൻസാണ് അതിനുള്ളത്. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചിരുന്നതാണ്, ഞാനിവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് പറയുകയാണ്. ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നേരത്തെ ഉള്ളൊരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ. Of the following operations, in which operation work in a technical sense is not done? Of the following operations, in which operation work in a technical sense is not done? Number 1, rowing a boat. Number 2, holding a heavy stone. അപ്പോൾ താഴെ പറയുന്ന രണ്ട് കാര്യങ്ങൾ, രണ്ട് പ്രവൃത്തികളിൽ, നമ്മൾ സാധാരണ പ്രവൃത്തി എന്ന് പറയുന്നത്, താഴെ പറയുന്ന രണ്ട് കാര്യങ്ങളിൽ ഏതിലാണ് വർക്ക് ചെയ്യുന്നത്, ഏതിലാണ് വർക്ക് ചെയ്യാത്തത്? ഒന്നാമത്തെ എക്സാമ്പിൾ റോയിങ് എ ബോട്ട്, വള്ളം തൊഴുക. രണ്ടാമത്തെ ഹോൾഡിങ് എ ഹെവി സ്റ്റോൺ, ഒരു കല്ല് പിടിച്ചുകൊണ്ടിരിക്കുക, ചുമ്മാ പിടിച്ചുകൊണ്ട് താങ്ങിക്കൊണ്ടിരിക്കുക. അതിൽ ഏതാണ് ഈ വർക്ക് ചെയ്യാത്തത്? ഒരു ടെക്നിക്കൽ സെൻസിലാണ്. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്പറേഷൻസ് വർക്ക് ഇൻ എ ടെക്നിക്കൽ സെൻസ് ഇസ് നോട്ട് ഡൺ എന്നാണ്. ഏതിലാണ് ചെയ്യാത്തത്? അപ്പോൾ ഉത്തരം എവിഡൻ്റ് ആണല്ലോ. ആ കല്ല് താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഫിസിക്സിനകത്ത്, ഡൈനാമിക്സ്, അത് വർക്കല്ല. കാരണം ഫോഴ്സ് കൊടുക്കുന്ന പോയിൻ്റ് കല്ല് ഡിസ്പ്ലേസ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് വള്ളം തുഴയുമ്പോൾ, ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ വള്ളം മുന്നോട്ട് പോകും, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട് അവിടെ. അപ്പോൾ അത് വർക്കാണ്. വള്ളം തുഴയുന്ന വർക്കാണ്, കല്ല് താങ്ങിക്കൊണ്ടിരിക്കുന്നത് വർക്കില്ല. നമ്മൾ ഒരാൾ ഭിത്തിയിൽ കുറേ നേരം തള്ളിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഭിത്തിയിൽ ഒരാൾ അങ്ങനെ നമ്മൾ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
ആ പുറമേ നിന്ന് നോക്കുന്ന ഒരാളിന് തോന്നും അത് വർക്കാണെന്ന്. പക്ഷെ നമ്മുടെ ഫിസിക്സിനകത്ത് അത് വർക്കില്ല. കാരണം ഈ ഭിത്തി ചലിക്കുന്നില്ല. ഭിത്തി ചലിക്കാത്തപ്പോൾ ഭിത്തിയിൽ ഒരാൾ കുറേ നേരം തള്ളിക്കൊണ്ടിരുന്നാലും അത് വർക്കല്ല. വർക്ക് എന്ന് പറയണമെങ്കിൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഫോഴ്സ് കിട്ടുന്ന വസ്തു അല്ലെങ്കിൽ ആ പോയിന്റ് ചലിക്കണം. ചലിച്ചില്ലെങ്കിൽ വർക്കില്ല. Work is a scalar quantity. A scalar product of two vectors is a scalar quantity. Therefore, work done being the scalar product of force and displacement vectors is a scalar quantity. Work ഒരു scalar quantity ആണ്. Force into displacement in the direction of force. F dot S എന്നാണ് പറയുന്നത്. ഈ എഫ് ഡോട്ട് എസ് പറയുമ്പോഴേ ഈ എസിന് പല സിമ്പിളുണ്ട്. എഫ് ഡോട്ട് ആർ എന്ന് പറയാം, എഫ് ഡോട്ട് എക്സ് എന്ന് പറയാം, എഫ് ഡോട്ട് ഡി എക്സ് എന്ന് പറയാം. ഡി എക്സ്, എക്സ്, എസ്, ആർ എല്ലാം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സിമ്പിളാണ്. ഇപ്പോൾ വർക്ക് പല സിമ്പിളുകളിൽ നമ്മൾ കാണിക്കാറുണ്ട്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ്, ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ആർ, ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി, ഡബ്ല്യു ഇസ് ഈക്വൽ എഫ് ഡോട്ട് ഡി എക്സ്. അങ്ങനെ ഒരു സ്മോൾ വർക്കാണെങ്കിൽ ഡി ഡബ്ല്യു, എഫ് ഡോട്ട് ഡി എക്സ് എന്ന് പറയാം. അങ്ങനെ പല രീതിയിൽ എഴുതാറുണ്ട്. ഇനി വർക്കിൻ്റെ മറ്റൊരു കാര്യം, ഈ വർക്കിനെ നമ്മൾ രണ്ടായിട്ട് തരത്തിരിക്കും. ഈ പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, അതിൻ്റെ കൂടെ തന്നെ സീറോ വർക്ക്. അപ്പോൾ വാട്ട് ആർ പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക് ആൻഡ് സീറോ വർക്ക്. വർക്ക് ഒരേ സമയം തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ആകും. അപ്പോൾ എന്താണ് പോസിറ്റീവ് വർക്ക് എന്ന് നോക്കി. പോസിറ്റീവ് വർക്ക്, when a force moves an object in its direction, the work done is considered positive. Example, the motion of a ball falling towards the earth where the displacement of the ball is measured is an example of this type of work. The ball is moving in the direction of gravity. അപ്പോൾ ഒരു വസ്തു താഴത്തേക്ക് വീഴുമ്പോൾ അവിടെ വരുന്ന വർക്ക് പോസിറ്റീവ് വർക്കാണ്. കാരണം താഴത്തേക്ക് വീഴുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലമാണ്, ഗ്രാവിറ്റി മൂലമാണ്. അപ്പോൾ ഫോഴ്സ് റിപ്പോർട്ടാണ്, താഴത്തേക്ക് വീഴുന്ന വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് താഴോട്ടാണ്. അപ്പോൾ അതൊരു പോസിറ്റീവ് വർക്കിൻ്റെ എക്സാമ്പിളാണ്. അവിടെ എഫ് ഡോട്ട് എസ് പോസിറ്റീവ് ആണ്. ഈ നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു മേപ്പോട്ട് ചലിക്കുമ്പോൾ അത് നെഗറ്റീവ് വർക്കാണ്. കാരണം ഫോഴ്സ് റിപ്പോർട്ടാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് മേപ്പോട്ടാണെങ്കിൽ, കല്ല് മേപ്പോട്ടെറിഞ്ഞാൽ അത് നെഗറ്റീവ് വർക്കാണ്. നെഗറ്റീവ് വർക്ക് when force and displacement are in opposite directions, it is presumed that the work is negative. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് നെഗറ്റീവ് വർക്കാണ്. എക്സാമ്പിൾ, വെൻ എ ബോൾ ഈസ് ടോസ്ഡ് അപ്വേർഡ്സ്, മേപ്പോട്ടെറിയാണ് പന്ത്. ഫോർ എക്സാമ്പിൾ, ദ ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി അപ്വേർഡ്സ്, നെവർത്തലെസ് ദ ഫോഴ്സ് ഡ്യൂ ടു ഫ്രിക്ഷൻ വിൽ ബി ഡൗൺവേർഡ്സ്. ദ എർത്ത് ഗ്രാവിറ്റി വിൽ ബി ഇൻ എ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഇപ്പോൾ ഫ്രിക്ഷനും ഗ്രാവിറ്റിയും റിപ്പോർട്ടാണ്. അപ്പം മേപ്പോട്ട് എറിയുന്ന പന്തിനെ സംബന്ധിച്ച് ചെയ്യുന്ന വർക്ക് നെഗറ്റീവാണ്. പിന്നെ അതൊരു മാത്തമാറ്റിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡബ്ല്യൂസ് എഫ് എസ് കോസ് തീറ്റ എന്നാണ് പറയുന്നത്. ആ തീറ്റയുടെ വാല്യൂ, കോസ് തീറ്റയുടെ വാല്യൂ പോസിറ്റീവ് നെഗറ്റീവ് ആകാം. അങ്ങനെയും പറയാം. ഫോർ പോസിറ്റീവ് വർക്ക്, ആംഗിൾ ബിറ്റ്വീൻ എഫ് ആൻഡ് എസ്, ഈസ് ഇൻ ബിറ്റ്വീൻ 0 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. ഈസ് ചേർക്കുക, 0 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. അപ്പോൾ ഡബ്ല്യു യൂസിൽ എഫ് എസ് കോസ് തീറ്റ പോസിറ്റീവ് ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ 0ക്കും 90ക്കും ഇടയ്ക്കായിരിക്കണം. അപ്പോൾ 0ക്കും 90ക്കും ഇടയ്ക്ക് വന്നിട്ട് എഫ് എസ് എടുക്കുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് വർക്കാണ്. കാരണം കോസ് 0 അല്ലെങ്കിൽ കോസ് 45 എല്ലാം പോസിറ്റീവ് വാല്യൂ ആണ്. ആൻഡ് ഫോർ നെഗറ്റീവ് വർക്ക് ദ ആംഗിൾ ഈസ് ഇൻ ബിറ്റ്വീൻ 90 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി. ഇനി വർക്ക് നെഗറ്റീവ് ആകുമ്പോൾ ഈ തീറ്റയുടെ വാല്യൂ 90ക്കും 180ക്കും ഇടയ്ക്കായിരിക്കണം. ഇപ്പോൾ കോസ് 180 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കോസ് 180 ഈസ് മൈനസ് കോസ് 0 -1 ആണ്. അപ്പോൾ അത്തരം കേസിൽ ഡബ്ല്യു മൈനസ് എഫ് ഇൻറ്റു എസ് എന്ന് കിട്ടും. അപ്പോൾ മാത്തമാറ്റിക്കലായിട്ട് പറഞ്ഞാൽ ഈ തീറ്റ എന്നുള്ള ആംഗിൾ 0ക്കും 90ക്കും ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ അന്നേരമുള്ള വർക്ക് പോസിറ്റീവ് ആയിരിക്കും. 90ക്ക് 180 ആണ്, 90ക്ക് മുകളിൽ 180ക്കും ഇടയ്ക്കാണെങ്കിൽ അത് നെഗറ്റീവ് വർക്കായിരിക്കും. ഇനി സീറോ വർക്ക് ഞാൻ പറഞ്ഞത് ഉണ്ട്. സീറോ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കണ്ടാൽ തോന്നുന്നത് പ്രവൃത്തിയാണെന്ന്. ഒരു കല്ല് താങ്ങിക്കൊണ്ടിരിക്കുക, ഹോൾഡിങ് എ ഹെവി സ്റ്റോൺ, ഞാൻ പറഞ്ഞല്ലേ, കണ്ടാൽ തോന്നുന്നത് പ്രവൃത്തിയാണെന്ന് തോന്നുന്നു. പക്ഷെ അത് പ്രവൃത്തിയല്ല. ഒരു ഭിത്തിയിൽ ഒരാൾ തള്ളുക, അത് പ്രവൃത്തിയല്ല. കാരണം ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. ചലിക്കണം, ഫോഴ്സ് കൊടുക്കുന്ന പോയിന്റ് ചലിച്ചെങ്കിൽ മാത്രമേ വർക്ക് എന്ന് പറയാനാകുകയുള്ളൂ. സീറോ വർക്ക്, ദ ടോട്ടൽ വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഓൺ ദി ഓബ്ജക്റ്റ് ഈസ് 0 ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് ആർ ദ ഡിസ്പ്ലേസ്മെൻ്റ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പോൾ തീറ്റ 90 വന്നാലും വർക്ക് 0 ആയിരിക്കും. എക്സാമ്പിൾ, വെൻ വി പുഷ് ഫോഴ്സ്ഫുള്ളി against a wall
For example, the force we are exerting on the wall is ineffective since the wall's displacement equals d is equals 0, d or s equals 0. ഒരു ഭിത്തി നമ്മൾ തള്ളിയാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല, അതുകൊണ്ട് എഫ് ഇൻറ്റു എസ്, എഫ് ഇൻറ്റു 0, വർക്ക് 0 ആയിട്ട് മാറും. അതിനെയാണ് 0 വർക്ക് എന്ന് പറയുന്നത്. ഫോഴ്സ് കൊടുത്താലും വസ്തു ചലിച്ചില്ല എങ്കിൽ അത് 0 വർക്കാണ്. ഇനി വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റന്റ് ഫോഴ്സ്. ഇനി നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റന്റ് ഫോഴ്സ്, പിന്നെ വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. രണ്ട് സെപ്പറേറ്റ് കേസുകളാണ്, സിലബസിൽ പ്രത്യേകം പറയുന്നതാണ്. വാട്ട് ആർ വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് ആൻഡ് വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് ഫോഴ്സ്. ദ ഫസ്റ്റ് വൺ ഈസ് വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് ഫോഴ്സ്. ആ കോൺസ്റ്റന്റ് ഫോഴ്സ് പ്രയോഗിക്കുന്ന ഒരു പടം കൊടുത്തിരിക്കുകയാണ്. ഇവിടെ എ എന്നുള്ള സ്ഥലത്ത് ഒരു വസ്തുവിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണ്. ആ വസ്തു എസ് ദൂരം സഞ്ചരിച്ച് ബിയിലെത്തുകയാണ്, ബി എന്നുള്ള സ്ഥാനത്ത് എത്തുകയാണ്. അപ്പോൾ എന്താണ് വർക്ക്? വർക്ക് ബൈ കോൺസ്റ്റന്റ് ഫോഴ്സ്. ഇഫ് എ കോൺസ്റ്റന്റ് ഫോഴ്സ്, സ്ഥിരമായിട്ടുള്ള ഫോഴ്സാണ്, ഒരു മാറ്റമില്ലാത്ത ഫോഴ്സ്. ഇഫ് എ കോൺസ്റ്റന്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഡിസ്പ്ലേസസ് ഇറ്റ്, then the work done by the force is defined as the product of the force and the displacement of the object in the direction of the force. നമ്മൾ പറഞ്ഞ വർക്കിൻ്റെ ഡെഫിനേഷനാണ്. If a force F displaces an object from a position A to the position B along its direction through a displacement S, there you have to write S. Displacement that is AB is S, then work done W is equal to F into S. ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവിടെ ആംഗിൾ 0 വരും. ഇപ്പോൾ cos 0 is 1, F into S. ഇനി വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ്. ഈ വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് നമുക്ക് രണ്ട് തരത്തിൽ കണക്ക് കൂട്ടാം. ഒന്ന് by integration and other by graphical method. The work done by a variable force can be calculated in two different ways. One is by integration and other is by a graph. So this work done by a variable force is found in two ways. Number one, by integration. If a small displacement delta x or dx, we can say dx, tends to 0, then delta x is replaced by dx. അപ്പോൾ ഡെൽറ്റ എക്സ് സ്മോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ആ ഡെൽറ്റ എക്സ് 0ലേക്ക് പോയി കഴിഞ്ഞാൽ 0ലേക്ക് ടെൻഡ് ചെയ്താൽ, 0 ആയില്ല, 0ലേക്ക് ടെൻഡ് ചെയ്താൽ നമ്മൾ ഡി എക്സ് എന്ന് പറയും. ആ ഡി എക്സ് ആൻഡ് സമ്മേഷൻ ഇസ് റീപ്ലേസ്ഡ് ബൈ ഇൻ്റഗ്രേഷൻ ഡബ്ല്യു ഇസ് ഈക്വൽ ടു. അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഇഫ് എഫ് ഇസ് എ ഫോഴ്സ് ഓർ എഫ് എക്സ് ഇസ് എ ഫോഴ്സ് ആൻഡ് ഡി എക്സ് ഇസ് എ വെരി സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, വർക്ക് ഡൺ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ x1 x2 എഫ് എക്സ് ഡി എക്സ്. നമ്മൾ ഇൻ്റഗ്രേഷൻ നേരത്തെ പഠിച്ചതാണ്, ഡെഫിനറ്റ് ഇൻ്റഗ്രലാണ്. x1 ഡിസ്പ്ലേസ്മെൻറ്റിൽ നിന്ന് ഒരു വസ്തു x2 ഡിസ്പ്ലേസ്മെൻറ്റിലേക്ക് പോയാൽ അവിടെ കൊടുക്കുന്ന ഫോഴ്സ് വേരിയബിൾ ആണെങ്കിൽ, മാറുന്ന ഫോഴ്സ് ആണെങ്കിൽ, വർക്ക് ഡൺ ഡബ്ല്യു ഇസ് ഈക്വൽ ഇൻ്റഗ്രൽ x1 to x2 എഫ് എക്സ് ഡി എക്സ്, അങ്ങനെ പറയും, ഓർ എഫ് ഡി എക്സ്. ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. We calculate it by integration method. This is the integration method of calculation of work done by a variable force. Now graphical method. A graph can be drawn to calculate work done by a variable force. For this graph is plotted between F and displacement X. Here we say displacement X or S. Displacement X. Integration പറയുമ്പോൾ X ആണ് പറയേണ്ടത് നമുക്ക്, അല്ലെങ്കിൽ സമ്മേഷൻ പറയുമ്പോൾ എക്സ് പറയണം. ഫോർ ദിസ് ഗ്രാഫ് ഇസ് പ്ലോട്ടഡ് ബിറ്റ്വീൻ ഫോഴ്സ് എഫ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഓഫ് ഓബ്ജെക്റ്റ്. ലെറ്റ് ദി ഗ്രാഫ് ബി എ ബി. നമ്മൾ ഗ്രാഫ് താഴെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം x1 to x2 ഡിവൈഡ്സ് ഇൻറ്റു സ്മോൾ ഇൻ്റർവൽസ് ഡെൽറ്റ എക്സ്. കൺസിഡർ എ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം x2 x plus delta x. Delta x you can also write as dx. There is no harm. dx ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 പറയേണ്ട കാര്യമില്ല, dx എന്ന് എഴുതിയാലും മതി. കൺസിഡർ എ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം എക്സ് ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. എക്സിൽ നിന്ന് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഒരു എക്സ് പ്ലസ് ഡി എക്സിലേക്ക് മാറുന്നതായിട്ട്. ഡെൽറ്റ എക്സ് യു റൈറ്റ് ആസ് ഡി എക്സ്. ദാറ്റ് ഇസ് റൈറ്റ്. ഡ്യൂറിംഗ് ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ് ദ ഫോഴ്സ് എഫ് മേ ബി ടേക്കൺ ടു ബി കോൺസ്റ്റൻറ്റ്. ദെയർഫോർ വർക്ക് ഡൺ ഈസ് നിയർലി. ഇപ്പോൾ ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇപ്പോൾ വേരിയബിൾ ഫോഴ്സിൻ്റെ കേസ് പറയുകയാണെങ്കിലും ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റിൽ അത് കോൺസ്റ്റൻ്റായിട്ട് വിചാരിക്കുക. അപ്പോൾ അതിന് ആ ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഇതാണ് ഗ്രാഫ് കണ്ടത്. ഒരു വേരിയബിൾ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഗ്രാഫിക്കലായിട്ട് കാണുന്ന രീതിയാണ്.
ഗ്രാഫ് ആ ചിത്രത്തിൽ എ ബി എന്ന് പറയുന്ന വളഞ്ഞ ലൈനാണ് ഗ്രാഫ്. ഫോഴ്സ് വേരിയബിൾ ആയതുകൊണ്ടാണ്. ഫോഴ്സ് ഇസ് ടേക്കൺ ഓൺ ദി എക്സ് ആക്സിസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഇസ് ഓൺ ദി വൈ ആക്സിസ്. അപ്പോൾ ഗ്രാഫ് വേരിയബിളാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ, ഈ ഗ്രാഫിന് താഴെയുള്ള ഏരിയയാണ് വർക്ക് എന്ന് പറയുന്നത്. വർക്കാണ് തെളിയിക്കാനായിട്ട് നമ്മൾ ഒരു ചെറിയൊരു സ്ട്രിപ്പ് എടുക്കണം. ഇതാ നടുക്കൊരു സ്ട്രിപ്പ് പോലെ കാണുന്നില്ല, അത് നോക്കണം. പി ക്യു ക്യു ഡാഷ് പി ഡാഷ് എന്ന് പറയും. അതിൻ്റെ അകലം ഒരു ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ ഡി എക്സ് ആയിരിക്കും. അപ്പോൾ വർക്ക് കാണാനായിട്ട് നമ്മൾ പി ഡാഷ് ഇൻറ്റു ഡി എക്സ്, കാരണം ഈ പി ഡാഷ് ക്യു ഡാഷ് ആൾമോസ്റ്റ് ഈക്വലാണ്, കാരണം അവിടെ ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ളത്. അപ്പോൾ ആ സ്ട്രിപ്പിൻ്റെ ഏരിയ, അത് നടക്കുന്ന സ്ട്രിപ്പിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പി ഡാഷ് ഇൻറ്റു പി ഡാഷ് ക്യു ഡാഷ് ആണ്. എന്നാൽ പി ഡാഷ് അത് ഫോഴ്സാണ്, പി ഡാഷ് ക്യു ഡാഷ് ഡെൽറ്റ എക്സിൽ ഡി എക്സ് ആണ്. അപ്പോൾ എഫിന് ഡി എക്സ് സ്മോൾ വർക്ക് കിട്ടും, സ്മോൾ വർക്ക് ഡി ഡബ്ല്യു. അപ്പോൾ കംപ്ലീറ്റ് വർക്കാണ്. അപ്പോൾ ഒരു സ്ട്രിപ്പിൻ്റെ ഏരിയ എടുക്കുമ്പോൾ അത് സ്മോൾ വർക്കാണ്. അപ്പോൾ കംപ്ലീറ്റ് ഏരിയ എന്തായിരിക്കും? അതായത് ഏരിയ എ ബി ഡാഷ് എ ഡാഷ് മൊത്തം ഏരിയ ടോട്ടൽ വർക്കായിരിക്കും, ടോട്ടൽ വർക്ക്. അപ്പോൾ അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ് കാര്യം എന്ന് പറയാം. സോ graphical method. For this, a graph is plotted between force F and displacement X of object. Let the graph be AB. The total displacement from X1 to X2 is divided into small intervals dx. Consider a small displacement from X to X plus dx. During this displacement, the force may be taken to be constant. Cherry displacement force constant. Therefore, work done is nearly delta W or dW, simply like dW. That is enough. dW is F into dx. That is P dash into P dash Q dash. P dash is equal to Qn. P dash is ON. ഇവിടെ ഈ സൈഡിൽ കാണിച്ചിട്ടുണ്ട് ON എന്നുള്ളത്. P dash നേരെ ലൈൻ വലിച്ചാൽ ഇവിടെ y ആക്സിൽ ON ആയിട്ട് വരും. അതുകൊണ്ടാണ് ON എന്ന് കൊടുത്തിരിക്കുന്നത്. ON കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ON into P dash Q dash. That is area of strip Q dash P dash എന്ന് പറയും. Q dash P dash അതാണ്. അപ്പോൾ ഏരിയ ഓഫ് ദ സ്മോൾ സ്ട്രിപ്പ് റെപ്രസെൻറ്റ് സ്മോൾ വർക്ക് ഡി ഡബ്ല്യു ഓർ ഡെൽറ്റ ഡബ്ല്യു. സോ ടോട്ടൽ വർക്ക് ഈസ് the entire area under the graph AB. Total work done between points A and B will be equal to the sum of the areas of all such strips between points A and B under the force displacement curve. ഇപ്പോൾ മൊത്തം കർവിൻ്റെ താഴെയുള്ള എ ബിയുടെ താഴെയുള്ള മൊത്തം ഏരിയ ആണ് ആകെ വർക്ക് കാണിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് x1 to x2 പോകുമ്പോൾ. So total work W is equal to area AB, B dash, A dash. Thus, total work W is equal to integral x1 to x2 fx dx. So area enclosed by fx curve and x-axis. ആ കർവിന് താഴെ എക്സ് ആക്സിനും ഇടക്കുള്ള ഏരിയ, ടോട്ടൽ ഏരിയ, എ ബിക്ക് താഴെയുള്ള ഏരിയ ടോട്ടൽ വർക്ക് കാണിക്കും. സ്ട്രിപ്പിൻ്റെ ഏരിയ സ്മോൾ വർക്ക് കാണിക്കും ഡി ഡബ്ല്യു. കംപ്ലീറ്റ് ഏരിയ ടോട്ടൽ വർക്ക് കാണിക്കും. ഇങ്ങനെയാണ് ഗ്രാഫിക്കലായിട്ട് വർക്ക് കണ്ടുപിടിക്കുക. നൗ വി സീ വാട്ട് ആർ ദ യൂണിറ്റ്സ് ഓഫ് വർക്ക്. വർക്കിൻ്റെ യൂണിറ്റുകൾ എന്തൊക്കെയാണ്? നമ്മൾ ഫോഴ്സിൻ്റെ ഒക്കെ യൂണിറ്റ് പഠിച്ചില്ലേ, ന്യൂട്ടൺ, ഡൈനൊക്കെ പഠിച്ചില്ലേ, അതുപോലെ വർക്കിന് യൂണിറ്റുകളുണ്ട്. ദർ ആർ യൂണിറ്റ്സ് ഓഫ് വർക്ക്. നമ്പർ ഓഫ് യൂണിറ്റ്സ്. SI unit in SI system. You remember SI system international. SI means system international. It can be also said as SI system, standard international system. That is the full form. Standard international system. In SI system, the unit of force is Newton and unit of displacement is meter. So the unit of work is Newton into meter. Newton into meter, it is also called joule and it is symbolized by J. Joule നമ്മൾ J എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. സോ W is F into S. That is അത് ബോട്ടമിൽ കൊടുത്തിട്ടുണ്ട്. W is F into S, that is 1 joule is 1 Newton into 1 meter. 1 joule is 1 Newton into 1 meter. താഴെ ചുവപ്പ് വശം കൊടുത്തിട്ടുണ്ട്. Thus, 1 joule is the work done when a force of 1 Newton displaces the object through 1 meter along the direction of the force.
Thus, 1 joule is the work done when a force of 1 Newton displaces the object through 1 meter along the direction of the force. Joule is the work done by a force of 1 Newton when the point of application of the force has displaced to a distance of 1 meter. 1 joule is 1 Newton into 1 meter. ആ 1 ന്യൂട്ടൺ ഫോഴ്സ് ഒരു വസ്തുവിൽ കൊടുത്താൽ ആ വസ്തു 1 മീറ്റർ ചലിക്കുകയാണെങ്കിൽ അവിടെ ചെയ്യുന്ന വർക്കാണ് ഒരു ജൂൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് സി ജി എസ് യൂണിറ്റ്? സി ജി എസ് യൂണിറ്റ് രണ്ടാമത്. സി ജി എസ് യൂണിറ്റ് ഇൻ സി ജി എസ് സിസ്റ്റം ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഇസ് ഡൈൻ, യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് സെന്റിമീറ്റർ, സോ യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ഡൈൻ ടു സെന്റിമീറ്റർ. Dyne into centimeter is called erg. You understand? Dyne into centimeter is called erg. 1 erg is the work done when a force of 1 dyne acting on an object displaces the object through 1 centimeter in the direction of the force. ഒരു വസ്തുവിൽ ഒരു ഡൈൻ ഫോഴ്സ് കൊടുത്താൽ ആ വസ്തു 1 സെന്റിമീറ്റർ മാറിയാൽ അവിടെ ചെയ്യുന്ന വർക്കാണ് ഒരു എർഗ്. 1 erg is the work done when a force of 1 dyne acting on an object displaces the object through 1 centimeter in the direction of the force. The relation between joule and erg is 1 joule is 10 raised to 7 erg. You know 1 Newton is 10 raised to 5 dyne and 1 joule is 10 raised to 7 erg. ഇനി ഒരു പ്രാക്ടിക്കൽ യൂണിറ്റ് ഉണ്ട്. പ്രാക്ടിക്കൽ യൂണിറ്റ് ഇപ്പോൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, അറ്റോമിക് പാർട്ടിക്കിൾ, അതിൻ്റെയൊക്കെ എനർജി പറയുന്നത് വളരെ ചെറിയൊരു പ്രാക്ടിക്കൽ യൂണിറ്റിലാണ്. ഇ വി എന്ന് പറയും ഇലക്ട്രോണിൻ്റെയൊക്കെ. ആ സ്മോൾ പ്രാക്ടിക്കൽ യൂണിറ്റ് വർക്ക് ഈസ് ഇലക്ട്രോൺ വോൾട്ട്. ആൻഡ് ദാറ്റ് വി റൈറ്റ് എ സി വി, സിമ്പിളി സി വി, സ്മോൾ ഇ ക്യാപിറ്റൽ വി, ഇലക്ട്രോൺ വോൾട്ട്. ദാറ്റ് ഇസ് എ യൂണിറ്റ് ഓഫ് എനർജി. ആൻഡ് ഇറ്റ് ഈസ് എനർജി അക്യൂർഡ് ബൈ an electron when it is accelerated under a potential of 1 volt. That definition is not needed. You study only this value is sufficient. EV, electron volt, is a small practical unit of energy. The energy of electron, proton, etc. are represented using this unit. And remember, it's a very, very small unit. 1 EV is 1.6 into 10 raised to minus 19 joule. 1.6 into 10 raised to minus 19 joule. That is 1 EV. It is a practical unit of energy. പിന്നെ വേറെ യൂണിറ്റ് ഉണ്ട്, കിലോ വാട്ട് അവർ. എനർജിയുടെ പ്രാക്ടിക്കൽ യൂണിറ്റ്. നമ്മൾ പറയും വർക്കിൻ്റെ പ്രാക്ടിക്കൽ യൂണിറ്റാണ് കിലോ വാട്ട് അവർ. ഇവിടെ ഇ വി ആണ് നമ്മൾ വർക്കിൻ്റെ യൂണിറ്റാണ്, എനർജിയുടെ യൂണിറ്റായിട്ട് കൊടുക്കുന്നത്. That is all with your 42nd class on +1 physics. Thank you very much.